ഇവിടെ ഇതാ കൊണ്ടോട്ടിയിൽ ടെമ്പോ ട്രാവലറും ടിപ്പറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, മൂർക്കശംകുന്ന വായനശാല സ്വദേശി രമണി എന്നിവർ ആണ് മരിച്ചത്. പരിക്കേറ്റവരിൽ 5 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ്. വലിയ അപകടമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. 13 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ ഉള്ളത്. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ പുരോഗമിക്കുകയുമാണ്. പാലക്കാട് കൊല്ലംകോട്. എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 30. സംഭവിച്ചു. ഞങ്ങൾ സംസാരിച്ചിട്ട് പാട്ടും വെച്ചിട്ടാണ് വന്നത്. എന്താ സംഭവം? ഒരു വെളിച്ചം മാത്രം അങ്ങനെ മുഖത്ത് അടിച്ചു. അതാ ഓർമ്മയുള്ളൂ. പിന്നെ നമുക്ക് പിന്നെ ഓർമ്മയില്ല. ഉറങ്ങില്ല. ആരും ഉറങ്ങിയിട്ടില്ല. ചതിയില് മഴയുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടോ. ലോറിന്റെ വെളിച്ചം ഈ വണ്ടിക്ക് ഇങ്ങനെ അടിച്ചപ്പം എല്ലാവരും ഇതെന്താ ഈ വെളിച്ചം പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി. പിന്നെ ചെത്തുവാ കേട്ടത്. പേടിക്കില്ല. പിന്നെ ചേന്ന് വന്ന് അടിച്ചിട്ട് ഈ സാധനം മുഴുവൻ അങ്ങനെ തലയിലൊക്കെ വീഴുമ്പോൾ പേടിക്കില്ല. വണ്ടി മറിഞ്ഞോ? വണ്ടി മറിഞ്ഞതല്ല, ഇങ്ങനെ തിരിച്ചിട്ട് ആ സാധനങ്ങൾ മേലെ പോകണം. ഡ്രൈവറിൻ്റെ മേലെ വീണ്. ഡ്രൈവറിനെയും കാണാനില്ല, ഞങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടിനെയും കാണാനില്ല. വഴിയും വീട്ടിൽ ഓടാൻ തരമുണ്ട് ഒക്കെ കൂടി ഒരേ കുട്ടികളുണ്ടായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദാണ് ചേരുന്നത്. അനുമോദ്, ഈ സൂചിപ്പിക്കുന്ന ആ സമയത്ത് മഴയുണ്ടായിരുന്നു എന്ന് അപകടത്തിലെ ദൃക്സാക്ഷികളടക്കം പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നതിൽ ഒരുപക്ഷെ വ്യക്തത വരുന്നതേ ഉണ്ടാകൂ. അവർ പറയുന്നത് പോലെ ഒരു വെളിച്ചം മാത്രമാണ് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ പെട്ടെന്ന് നിമിഷം കൊണ്ട് അപകടം സംഭവിച്ചു എന്നത് മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ അനുമോദ്? അഭിലാഷ്, കൊണ്ടോട്ടി പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, കനത്ത മഴ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. 2 വാഹനങ്ങളും നല്ല വേഗത്തിലായിരുന്നു. അതുപോലെ തന്നെ മഴയത്ത് സ്വാഭാവികമായിട്ടും പുറത്തെ കാഴ്ചകൾ കാണുവാനായി ചിലപ്പോൾ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരിക്കാം. ഇത് ഡ്രൈവറുടെ കണ്ണിലേക്ക് അടിച്ചു കയറുകയും അങ്ങനെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചു കയറുകയും ചെയ്തതായിരിക്കാമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇതിൽ ടെമ്പോ ട്രാവലറിൻ്റെ ഡ്രൈവറുടെ വശത്തെ പകുതിയോളം ഭാഗം തകർന്നിരിക്കുകയാണ്, പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ഒരു ടിപ്പർ ഇടിച്ചു കയറിയതാകാനാണ് സാധ്യത. 2 വാഹനങ്ങളും വേഗത്തിലായതുകൊണ്ട് തന്നെ ഇടിയുടെ ആഘാതം വളരെ അധികമായിരുന്നു. അതുകൊണ്ടാണ് ഒരു ടെമ്പോ ട്രാവലറിൻ്റെ വശം പൂർണ്ണമായിട്ടും തകരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തുന്നത്. ഇതിലേറ്റവും പ്രധാനം ഈ പരിസരത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ്. പോലീസിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഒരു നീക്കം അതാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഈ വാഹനങ്ങൾ വലിയ വേഗത്തിലായിരുന്നോ എന്നും എന്താണ് അപകടത്തിന് വഴിയൊരുക്കിയതെന്നും ഉള്ള ആ സമയത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാനാണ് പോലീസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപകടത്തിൽ 27 പേരായിരുന്നു ഈ ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നത്. അതിൽ വലതുവശത്തിരുന്നവരാണ് ഈ അപകടത്തിൽ പരിക്കേറ്റതും. അവരുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായിട്ടുള്ളതും. ബാക്കിയുള്ളവർക്ക് ഡ്രൈവറുടെ ഇടതുവശത്തുള്ള വാതിലിലൂടെ പുറത്തിറങ്ങാൻ വളരെ വേഗത്തിൽ സാധിച്ചതാണ് അപകടത്തിൻ്റെ മറ്റൊരു പ്രശ്നങ്ങളിലേക്ക്, വലിയ വ്യാപ്തിയിലേക്ക് പോകാതിരിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. എന്നാണെങ്കിലും ഡ്രൈവർ ഉറങ്ങിപ്പോയിരുന്നോ, അതുപോലെ തന്നെ കനത്ത മഴയെ തുടർന്നുള്ള കാഴ്ചക്കുറവ് ഉണ്ടായിട്ടുണ്ടോ, അതേപോലെ തന്നെ വാഹനങ്ങളുടെ വേഗത അത് അനിയന്ത്രിതമായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട് അപകടത്തിൻ്റെ കാരണമായിട്ട്. ഇത് സംബന്ധിച്ചുള്ള CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നാൽ കുറെ കൂടി വ്യക്തത വരും എന്നാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള വിലയിരുത്തൽ. അപകടത്തിൽ 5 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നുണ്ട് എന്നത് തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അഭിലാഷ്, കൊണ്ടോട്ടിയിലാണ് വാഹനാപകടം ഉണ്ടായത്. ഇപ്പോഴും ഈ പരിക്കേറ്റവരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു എന്നതാണ് ഏറെ പ്രയാസകരം. അപകടത്തിൽ 2 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. പാലക്കാട് വടവന്നൂർ സ്വദേശി രാജേഷ്, മൂർക്കശംകുന്ന വായനശാല സ്വദേശി രമണി എന്നിവർ ആണ് മരിച്ചത്. എന്താണ് അപകട കാരണം എന്നതിൽ ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അപകടത്തിൽ പെട്ടുപോയവരുടെ പ്രതികരണങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.